കൊടുക്കും. ഷെയർ സ്ക്രീൻ. ഒരു കാര്യം ചെയ്യൂ, ഷഫ്നെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യോ? ഓക്കെ. ഷെയർ ചെയ്യുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ കാണുന്നുണ്ടോ? ഇപ്പൊ വന്നിട്ട് പോയി. ഓക്കെ വന്നു. ഓക്കെ, അഷൂർ എന്നെടുത്ത്. ഇതാണ് ഇതിലേതാണ്? ഓക്കെ ഈ അഷൂറിൽ സെർച്ചിൽ പോവാം. മറ്റേത് ആരെ വിളിക്കുന്നു? മനു വിളിക്കുന്നു. ഒന്നുകൊണ്ട് ഇതില്ലേ ആ സെർച്ചിൽ പോയിട്ട് ഓക്കെ അഷ്യൂറിൽ ഇപ്പൊ നമ്മള് അവിടെ അഷ്യൂർ ഡേറ്റ ഫാക്ടറി എന്ന് സെർച്ച് ചെയ്യും. അഷ്യൂർ ഡേറ്റ ഫാക്ടറി സ്പേസ് ഫാക്ടറി മറ്റേത് തന്നെ. ഇതാണോ? ഇല്ല അതല്ല. ക്രിയേറ്റ് അഷ്യൂർ ഡേറ്റ ഫാക്ടറി ക്ലിക്ക് ചെയ്ത ഡോക്യുമെന്റേഷൻ തിരിച്ചു മറ്റേ ലിങ്കിലോട്ട് പോയിക്കുക. തൊട്ടപ്പുറത്തില് അഷ്യൂറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് അഷ്യൂർ എന്ന് എഴുതിയിട്ടില്ല മുകളിൽ, മൈക്രോസോഫ്റ്റ് അഷ്യൂർ എന്ന് എഴുതി അവിടെ ക്ലിക്ക് ചെയ്ത. ഇതാണോ? ഓക്കെ ഇവിടെ മോറിൽ പോട്ടെ. മോർ സർവീസസ് ഓക്കെ ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടോ ഡേറ്റ ഫാക്ടറി എന്ന് എഴുതിയുണ്ട്. അനലിറ്റിക്സ് താഴത്ത് അവിടെ അടിച്ചാലും മതി, കുഴപ്പമില്ല. അതിന്റെ തൊട്ട് താഴത്തേക്ക് പോട്ടെ. ജസ്റ്റ് അനലിറ്റിക്സ് പോട്ടെ. ഡേറ്റ ഫാക്ടറി അത് ക്ലിക്ക് ചെയ്യും. ഓക്കെ ഇപ്പൊ ഈ നമ്മളിപ്പം പഠിച്ചൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ എഞ്ചിനീയറിംഗിന് ഇപ്പൊ SQL ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞല്ലോ. SQL നമുക്ക് ഈ ഇതിൽ യൂസ് ചെയ്യേണ്ടി വരും ഫ്യൂച്ചറിലൊക്കെ. അപ്പൊ ഈ ഡേറ്റ ഫാക്ടറി എന്ന് പറയുന്നത് നമ്മളൊരു ഡേറ്റേനെ സോഴ്സിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഓക്കെ അപ്പൊ നമ്മള് അഷ്യൂർ എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ അഷ്യൂർ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ അപ്പൊ ഈ ക്ലൗഡ് പ്ലാറ്റ്ഫോം പല ടൈപ്പ് ഓഫ് ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പം അഷ്യൂർ ഒരെണ്ണമാണ്, AWS, പിന്നെ ഗൂഗിൾ ക്ലൗഡ്, പിന്നെ ഒറാക്കിൾ ക്ലൗഡ്, അങ്ങനെ കുറെ കമ്പനീസിന് ഇപ്പൊ സ്വന്തമായിട്ട് ക്ലൗഡ് ഉണ്ട്. അപ്പൊ അവരെല്ലാവരും ഇങ്ങനത്തെ സർവീസസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കമ്പനികൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഡിപ്പെൻസ് ഓൺ കമ്പനീസ്. ഇപ്പൊ നമ്മൾ അൽഫത്തേമിലൊക്കെ യൂസ് ചെയ്യുന്ന അഷ്യൂറാണ്. അഷ്യൂറിൽ ഈ ഡേറ്റ ഫാക്ടറി ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റേനെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് എത്തിക്കുക. അപ്പൊ സോഴ്സിൽ നിന്ന് അഷ്യൂർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് കിട്ടുന്ന ഫയൽസിനെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്കൊരു ഡേറ്റ ലേക്കിലോട്ടോ ഡേറ്റ വെയർ ഹൗസിലോട്ടോ ഒക്കെ എത്തിക്കാം. നമ്മൾ ഈ ഡേറ്റ ലേക്കും ഡേറ്റ വെയർ ഹൗസിനും പറ്റി ഞാൻ ഇതിനു മുമ്പേ ക്ലാസ്സിൽ പറഞ്ഞു തന്ന ഓർമ്മയുണ്ടോ? അപ്പൊ അത് അങ്ങനെ ഒരു കോൺസെപ്റ്റില്
ബേസിക്കലി ഡേറ്റ ലേക്ക് അല്ലെങ്കിൽ ഡേറ്റ വെയർഹൗസ് ബേസിക്കലി ഒരു സ്ഥലത്ത് നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് എത്തിക്കുക. അപ്പൊ ഇതില് ഈ ക്രിയേറ്റ് ഡേറ്റ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. ഇതാണോ? ആ അത് ക്ലിക്ക് ഈ താഴത്ത് എഴുതിയിട്ടുണ്ട്, അത് അവിടെ ക്ലിക്ക് ചെയ്താലും മതി. അപ്പൊ ഈ അഷ്യൂറിൽ ഇപ്പൊ നമ്മള് എന്തൊരു ഇതൊക്കെ എന്ന് പറയുന്ന അഷ്യൂറിന്റെ ഓരോ റിസോഴ്സസ് ആണല്ലോ, ഓരോ എന്താണ്. അപ്പൊ ഈ ഓരോ സാധനത്തിനും നമുക്കൊരു ഒരു റിസോഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിൽ ആ ക്രിയേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് കണ്ടില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യും. ക്രിയേറ്റ് ന്യൂ അല്ലേ? ആ ക്രിയേറ്റ് ന്യൂ ഇതിന് റിസോഴ്സ് ഗ്രൂപ്പ് ഈസ് കണ്ടെയ്നർ ദാറ്റ് ഹോൾഡ്സ് റിലേറ്റഡ് റിസോഴ്സ് ഫോർ അഷ്യൂർ സൊല്യൂഷൻ. ഇതിനൊരു പേര് കൊടുത്തു, ജസ്റ്റ് ഷഫ്ന അണ്ടർസ്കോർ റിസോഴ്സ് ഗ്രൂപ്പ് എന്ന് കൊടുത്തു. ഷഫ്ന അണ്ടർസ്കോർ ആർ ജി എന്ന് കൊടുത്തു. റിസോഴ്സ് ഗ്രൂപ്പിന്റെ ഷോർട്ട് ഫോം ആയിട്ട് ആർ ജി എന്ന് കൊടുത്തു. ഓക്കെ, RG. അത് മതി, കുഴപ്പമില്ല. ഓക്കെ അടിച്ചു. ഓക്കെ, ഇനി ഈ ഇവിടെ ഇൻസ്റ്റൻസ് ഡീറ്റെയിൽസ് കൊടുക്കണം. അവിടെ ഒരു ADF എന്ന് പറഞ്ഞ അടിച്ചു. ADF പ്രോജക്റ്റ് 1 എന്നിട്ട് കൊടുത്തു. അണ്ടർസ്കോർ സ്പേസ് ഇടാൻ പറ്റുമോ? സ്പേസ് വേണ്ട, അണ്ടർസ്കോർ പ്രോജക്റ്റ് 1 അങ്ങനെ കൊടുത്തു. ഓക്കെ, റീജിയൻ ഏതെങ്കിലും നിയറസ്റ്റ് റീജിയൻ കൊടുത്താൽ മതിയോ എനിക്ക്? UAE നോർത്ത്. കൊടുത്തു. സെലക്ട് ചെയ്ത് എന്താ പറഞ്ഞത്? നെയിം കണ്ടെയ്ൻസ് only letters. ഓക്കെ, നോട്ട് അലൗഡ്. ഓക്കെ, ആ പ്രോജക്റ്റ് നെയിം ഓൾറെഡി എഴുതാം. ഓക്കെ, ADF ഉണ്ട് പ്രോജക്റ്റ് 1 എന്ന് കൊടുത്തതിന് പകരം വേണമെങ്കിൽ ആ ഫ്രണ്ടിൽ ഷഫ്ന എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഷഫ്ന അണ്ടർസ്കോർ കൊടുത്തു. ADF മാറ്റണോ? വേണ്ട, കുഴപ്പമില്ല. നോക്കിയാ അതും എടുത്തതാന്ന് പറയുന്നുണ്ടാവില്ലേ. ഒന്ന് ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്ത് താഴത്തൊന്ന് ക്ലിക്ക് ചെയ്ത് റിവ്യൂ ആൻഡ് ക്രിയേറ്റ്. അല്ല, അത് വർക്ക്. ഒന്ന് റിവ്യൂ ആൻഡ് ക്രിയേറ്റ് കൊടുത്ത വാലിഡേഷൻ ഫെയിൽഡ്. റിക്വയർഡ് ഇൻഫർമേഷൻ ഈസ് മിസ്സിംഗ്. ആ ബേസിക്കലി പോയിക്കാം, ക്ലിക്ക് ഓൺ ബേസിക്സ്. പേര് വർക്കായില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ADF അണ്ടർസ്കോർ പ്രോജക്റ്റിന്റെ അവിടെ ഷഫ്ന എന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ADF അണ്ടർസ്കോർ പ്രോജക്റ്റിന് തന്നെ കൊടുക്കുക. അതിന്റെ കൂടെ ആ പ്രോജക്റ്റിന്റെ അറ്റത്തേക്കായിട്ട് ഇന്നത്തെ ഡേറ്റ് കൊടുക്കും. 2025/01/19. ഞാൻ കൊടുത്തേക്ക്. അതും എടുത്തു പോയി. ഇത് യൂണീക്ക് നെയിം ആയിരിക്കും കൊടുക്കേണ്ടത്. എന്നാൽ ഒരു കാര്യം ചെയ്തു, അതിന്റെ കൂടെ ടൈമും കൂടെ കൊടുത്തു വെച്ചിട്ട്. ടൈം ഒരു 01:36 എന്നുള്ളത്. ഓക്കെ, അതുമില്ലേ. ഡാറ്റ ഫാക്ടറി നെയിം ഈസ് ഓൾറെഡി ടേക്കൺ. അങ്ങനെ ചൂസ് ഡിഫറെന്റ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അത് തന്നെയാണ്. അതെ, അപ്പൊ ഈ പേര് ഓൾറെഡി ഇത് ഭയങ്കര യൂണീക്ക് നെയിം ആയിരിക്കണം. ഒരു കാര്യം ചെയ്തോ, പ്രോജക്റ്റ് ഡേറ്റ് ടൈം കൊടുത്തിട്ട് ഒരു കാര്യം ചെയ്തോ, അതിന്റെ കൂടെ ഫ്രണ്ടില് SF എന്നും കൂടെ കൊടുക്കും. SF അണ്ടർസ്കോർ കൊടുത്തു. നെയിം ക്യാൻ കണ്ടെയ്ൻ only letters, numbers and hyphen. ഇത് ഹൈഫൺ അല്ല, ഇത് അണ്ടർസ്കോർ. The first name and last character must be a letter or number. ഓക്കെ, അത് അണ്ടർസ്കോർ മാറ്റിയിട്ടേ ഹൈഫൺ കൊടുക്കും. ക്ലിക്ക് ചെയ്ത് ബേസിക്സ്. പേര് കിട്ടി അല്ലേ? പേര് കിട്ടിയില്ല.
ഇനി നെക്സ്റ്റ് അടിച്ചാൽ മതി. നെക്സ്റ്റ് കോൺഫിഗർ ഗിറ്റ് ലേറ്റർ. ഓക്കെ, നെക്സ്റ്റ് പബ്ലിക് എൻഡ് പോയിന്റ്. നെക്സ്റ്റ് 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 അടിച്ചോ, നെക്സ്റ്റ് അടിച്ചോ, കുഴപ്പമില്ല, നെക്സ്റ്റ് അടിച്ചോ, കുഴപ്പമില്ല. Great. അത് ക്രിയേറ്റ് ആവും, കുറച്ച് ടൈം എടുക്കും. ഇത് ഡിപ്ലോയ്മെന്റ് ഇൻ പ്രോഗ്രസ്. ഇതില്ലേ ഈ മൾട്ടിപ്പിൾ അതൊന്ന് ക്ലോസ് ചെയ്ത് റൈറ്റ് സൈഡിലല്ല ആ നോട്ടിഫിക്കേഷൻ ക്ലോസ് ചെയ്യും. മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ അത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത് ഓക്കെ, ഗോ ടു റിസോഴ്സ്. ഓക്കെ, ഇതില് Azure Data Factory Studio ലോഞ്ച് സ്റ്റുഡിയോ കൊടുത്തു. ഇതില് അപ്പൊ ഇത് ഫാബ്രിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം, ഒരു പുതിയ ഫീച്ചറാണ്. അതിപ്പോ നമുക്ക് നോക്കണ്ട, ഞാനത് നോക്കിയില്ല. Azure Data Factory allows you to configure Git repository with either Azure DevOps or GitHub. Git is a version controller, easier tracking. ഗിറ്റ് ആ സംഭവം ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കണ്ട. സെറ്റ് ഗിറ്റ് അത് ക്ലോസ് ചെയ്തോ, ആ നോട്ടിഫിക്കേഷൻ രണ്ടും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതാണ് ആഷ്യൂറിന്റെ ഈ സ്റ്റുഡിയോ. ഓക്കെ, ആഷ്യൂർ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഈ ഡേറ്റനെ പുള്ള് ചെയ്യാനും ETL റൈറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നൊരു ഒരു ETL ടൂളാണിത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇൻജസ്റ്റ്, ഓർക്കസ്ട്രേറ്റ്, ട്രാൻസ്ഫോം ഡേറ്റ, കോൺഫിഗർ SSIS. ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പാനലിൽ ഈ ഹോം ബട്ടൺ, പിന്നെ ഒരു പെന്നിന്റെ പോലത്തെ സംഭവമാണല്ലോ ഓത്തർ, പിന്നെ അതിൻ്റെ താഴത്ത് മോണിറ്റർ, മാനേജ്, താഴത്ത് പോയി ലേണിംഗ് സെന്റർ. അപ്പൊ ലേണിംഗ് സെന്ററിൽ പോയാൽ ഇതിൽ കുറെ കോഴ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ ടൈമിൽ ഇപ്പോൾ ആ കോഴ്സ് വേണമെങ്കിൽ ജസ്റ്റ് ചെയ്യാം. ചെറിയ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി ആ പെൻസിലിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡേറ്റ ഫാക്ടറിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഡേറ്റ ഫാക്ടറിന്റെ ഓരോ ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ഒക്കെയാണ്. ഓക്കെ, ഇപ്പോൾ റിസോഴ്സ് ഫാക്ടറിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ പൈപ്പ് ലൈൻസ് കണ്ടില്ലേ? ആ പൈപ്പ് ലൈൻസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇട്ടതാണ്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. നമ്മൾ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് നിലവിൽ പൈപ്പ് ലൈൻ ഒന്നുമില്ല. ഓക്കെ, എല്ലാം എല്ലാം എക്സ്പാൻഡ് ചെയ്ത് ജസ്റ്റ് എല്ലാം എനിക്കൊന്ന് എക്സ്പാൻഡ് ആവുന്നു, ഓൾറെഡി എക്സ്പാൻഡ് ആവുന്നു. അതിലൊന്നും ഇപ്പൊ നിലവിലൊന്നും ഇല്ല. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാറിന് ഇതിലൊരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് അല്ലെങ്കിൽ ആ 3 ഡോട്ട്സിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ പൈപ്പ് ലൈൻ, ക്രിയേറ്റ് ന്യൂ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്.
പിന്നെ അതേപോലെ തന്നെ പൈപ്പ് ലൈൻ ഫ്രം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം അതെന്ന് പറയുന്ന ആ ടെംപ്ലേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഒരു പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതാണോ പൈപ്പ് ലൈൻ ഫ്രം ആ ടെംപ്ലേറ്റ്? അതൊന്ന് ടെംപ്ലേറ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇതില് ഇപ്പൊ ഇത് ഈ ആ, എന്താ പറയാ നമ്മള് പ്രൊജക്ട്സിന് ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ ടെംപ്ലേറ്റ്സ് ആണ് ഇത്. അപ്പൊ ഇത് വായിച്ചു നോക്കിയാണ് ഓൾവേസ് ഇൻസേർട്ട് SAP ODP ഡേറ്റ വിത്ത് ചേഞ്ച് ടൈപ്പ് ടു സിൻ. അങ്ങനെ കുറെ ഫീച്ചേഴ്സാണ് ഇപ്പൊ എല്ലാം. ഞാനും ഇത് അങ്ങനെ എല്ലാ ടെംപ്ലേറ്റ്സും ഒന്നും യൂസ് ചെയ്യില്ല. ഇപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ കോപ്പി ബൾക്ക് കോപ്പി ഫ്രം ഡേറ്റാബേസ്. ഇപ്പൊ നമ്മൾ ഡേറ്റാബേസിൽ നിന്ന് ബൾക്കായിട്ട് ഡേറ്റനെ കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് ബൾക്ക് കോപ്പി. അങ്ങനെ കുറെ സംഭവം ബൾക്ക് കോപ്പി ഫ്രം ഫയൽസ് ടു ഡേറ്റാബേസ്. ഓക്കെ, അത് ആ, സമയം കിട്ടുമ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു വെറുതെ ജസ്റ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. മനസ്സിലായില്ലേ? ഇതിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ സിമ്പിൾ ആയിട്ട് നോക്കിയപ്പോൾ നമുക്ക് ഈ ഫയൽസ് ഒക്കെ വെച്ചിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലല്ലേ? ബാക്കി SAP ഇങ്ങനത്തെ സാധനമൊന്നും ഇപ്പം നമ്മൾ ടച്ച് ചെയ്യേണ്ട. ബേസിക്സ് എന്ന് പറയുന്നത് ഒരു ഫയലിൽ നിന്ന് എങ്ങനെ ഡേറ്റ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റാബേസ് എങ്ങനെ കോപ്പി ചെയ്യുക, അങ്ങനെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് ഇത് ക്ലോസ് ചെയ്തോ ജസ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്തു. ടെംപ്ലേറ്റ് ക്യാൻസൽ ചെയ്തോ. താഴത്ത് ക്യാൻസൽ കൊടുക്കും. ഇനി തിരിച്ച് നമുക്ക് പോയിട്ട് ഒരു ന്യൂ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ന്യൂ പൈപ്പ് ലൈൻ. ഓക്കെ, ബിഫോർ ദാറ്റ് നമുക്കിതൊരു നമ്മളൊരു പൈപ്പ് ലൈൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഫോൾഡറിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ? അപ്പൊ അവിടെ തിരിച്ചു പോയിക്കുക പൈപ്പ് ലൈനിന്റെ അപ്പുറത്ത്. വീണ്ടും ആ മുകളിൽ ഡോട്ടിൽ പോയിട്ട് മുകളിൽ തൊട്ട് മുകളിൽ അവിടെ പോയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഫോൾഡറിൽ ഇപ്പം ആ, നമുക്കൊരു ആ, എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പ്രൊജക്ട് 1 പ്രൊജക്ട് 1 കൊണ്ട് ഒരെണ്ണം കൊടുത്തു. ആ, കൊടുത്ത് ഓക്കെ. ഇനി ആ പ്രൊജക്ട് 1ന്റെ അടിയിൽ പോയിട്ട് പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കും. ആ 3 ഡോട്ട്സ് പോയിട്ട് ഇല്ല അത് വലിക്കും, ഡ്രാഗ് ഇല്ല. 3 ഡോട്ട്സ് പോവുക, ക്രിയേറ്റ് ന്യൂ പൈപ്പ് ലൈൻ. ഓക്കെ, ഇനിയിപ്പം ഈ പൈപ്പ് ലൈൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഡേറ്റ പൈപ്പ് ലൈൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡേറ്റനെ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് വേറെ സ്ഥലത്തേക്ക് ഇടുക. അതാണ് ബേസിക്കലി ഡേറ്റ നമ്മൾ ETLന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ പൈപ്പ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഇതിന് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പൈപ്പ് ലൈൻ ഇല്ലാത്ത നമുക്ക് പല പല സംഭവങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യും ഓരോന്നോരോന്നായിട്ട്. മൂവ് ആൻഡ് ട്രാൻസ്ഫോം. ഓക്കെ, ക്ലിക്ക് ഓൺ മൂവ് ആൻഡ് ട്രാൻസ്ഫോം. ഇതിൽ കോപ്പി ഡേറ്റ ഫ്ലോ. ഓക്കെ, കോപ്പി ഡേറ്റ എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുക. മനസ്സിലായി? പിന്നെ താഴത്ത് നോക്കി കഴിഞ്ഞാൽ സിനാപ്സ് ഉണ്ട്. സിനാപ്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അത് എക്സ്റ്റെൻഡ് ചെയ്യണോ? ആ എല്ലാം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞുതരാം ഓരോന്ന്. ഞാൻ എല്ലാ ഫീച്ചറൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് അറിയുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സ്. ബാച്ച് സർവീസസ് സ്റ്റിൽ ഡേറ്റ ബ്രിക്സ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. ഒന്നുകൂടി ഡേറ്റ ബ്രിക്സ് ആനലിറ്റിക്സ് ഫുള്ളായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഇത്രയും മതി. ബാക്കി എക്സ്പാൻഡ് ഓൾ ആക്ടിവിറ്റീസ്. ഓക്കെ, ഇനി ഇതിൽ കോപ്പി ഡേറ്റ എന്ന് പറയുന്ന സാധനം നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫയലിൽ നിന്ന് ഡേറ്റ കോപ്പി ചെയ്ത് DBയിലോട്ടോ വേറെ ഫയലിലോട്ടോ വേറെ ലൊക്കേഷൻ വൺ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ ചെയ്യാനൊക്കെ ഈ കോപ്പി ഡേറ്റ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം. ഓക്കെ, പിന്നെ ഡേറ്റ ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു ഇതേപോലെ ഒരു ക്ലൗഡ് ബേസ്ഡ് സ്പാർക്ക് ബാക്ക് എൻഡിൽ സ്പാർക്ക് യൂസ് ചെയ്യുന്ന ഒരു ക്ലൗഡ് ബേസ്ഡ് സംഭവമാണ് ഡേറ്റ ബ്രിക്സ്. അപ്പൊ ഡേറ്റ ബ്രിക്സ് ആക്ച്വലി ഒരു തേർഡ് പാർട്ടി ടൂളാണ്. അവരിത് ഈ അഷ്യൂറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തതാണ്. അപ്പൊ അവര് വേറൊരു കമ്പനിയാണ്. ആ കമ്പനി അഷ്യൂറായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ ഫീച്ചർ ഇവർക്ക് കൊടുക്കുകയാണ് ക്ലൗഡ് ബേസ്ഡ് ആയിട്ട്.
അപ്പൊ ഡേറ്റാബ്രിക്സ് യൂസ് ചെയ്യുമ്പോൾ ഡേറ്റാബ്രിക്സ് ഈസ് ഓൾവേസ് കോസ്റ്റ്ലി. കാരണം അതിന് അതിൻ്റെതായ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ക്ലസ്റ്റർ റൺ ചെയ്യുമ്പം ഹൈ പെർഫോമിംഗ് ക്ലസ്റ്റർ ആയിരിക്കും. അപ്പൊ ഡേറ്റ എന്താ പറയാ, ഹെവി ഡേറ്റ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹൈ കമ്പ്യൂട്ടേഷൻ പവർ വേണ്ട ഒരു സിറ്റുവേഷനിൽ ഡേറ്റാബ്രിക്സ് യൂസ് ചെയ്യും. നമുക്ക് സാധാരണഗതിയിൽ ഇപ്പം ഹൈ കമ്പ്യൂട്ടേഷൻ പവർ ഒന്നും വേണ്ട, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഈ അഷ്യൂർ തന്നെ ഉപയോഗിക്കാം. അഷ്യൂറിന്റെ ഈ പറഞ്ഞ പോലെ ഡേറ്റ പൈപ്പ് ലൈനിൽ ഏറ്റവും ആദ്യം കോപ്പി ഡേറ്റ ഫീച്ചർ യൂസ് ചെയ്യാം. ഓക്കെ, ഒന്ന് മുകളിലേക്ക് പോകും, കുറച്ച് മുകളിലേക്ക് പോകും, മുകളിലേക്ക്. ആ കോപ്പി ഡേറ്റനെ ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും അവിടെ. ഇവിടെ ഈ ഇതിലോട്ടാ. ഡ്രാഗ് ചെയ്തിട്ട് അങ്ങോട്ട് ഇടും. ഓക്കെ, അപ്പൊ ആ, ഈ സംഭവം എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പി ഡേറ്റയിൽ സോഴ്സ് സിങ്ക്, സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ ഡേറ്റ എടുക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനും, സിങ്ക് എന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ടാണോ ആ ഡേറ്റനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുമാണ്. ഓക്കെ, അപ്പൊ ഇനി സോഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്യും. സോഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സോഴ്സ് ആദ്യം തന്നെ നമുക്കൊരു ഡിഫൈൻ ചെയ്യണം. സോഴ്സ് ഡേറ്റ സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് സാധാരണഗതിയിൽ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ റിയൽ പ്രൊജക്റ്റിലൊക്കെ ഈ സോഴ്സ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. സോഴ്സും സിങ്കും എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനെ ഇവിടുന്ന് സെലക്ട് ഇങ്ങനെ ജസ്റ്റ് ഡ്രോപ്പ് ഡൗണിൽ അത് വരും. അപ്പൊ ഇപ്പൊ നമുക്ക് അതില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അതിനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ന്യൂ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഇതിൽ ന്യൂ ഡേറ്റ സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ കുറേ ഓപ്ഷൻസ് വരും. ഓക്കെ, ഒന്ന് ജസ്റ്റ് താഴത്തേക്ക് S3. ഇപ്പൊ ഇത് കണ്ടില്ലേ, ആമസോൺ S3 എന്നൊക്കെ കാണുന്നുണ്ട്. ആമസോൺ എന്ന് പറയുന്നത് വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്ലൗഡാണ്. പക്ഷെ ഈ അഷ്യൂറിൽ നമുക്ക് പല ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഫീച്ചർ അവർ തരുന്നുണ്ട്. അപ്പൊ അതിന്റെ കണക്ടേഴ്സ് എന്ന് പറയുന്നത് കണക്ടേഴ്സ് അവൈലബിൾ ആണ്. അഷ്യൂർ S3 അങ്ങനെ പല അപ്പൊ ഇത് അഷ്യൂർ ബ്ലോബ് സ്റ്റോറേജ്, ആമസോൺ S3, അഷ്യൂർ ബ്ലോബ് സ്റ്റോറേജ്. അപ്പൊ നമുക്ക് അഷ്യൂറിൽ ഉള്ള സാധനങ്ങൾ മാത്രം നമുക്ക് ഇപ്പൊ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിലെല്ലാം കാണിക്കുന്നത് അപ്പോൾ ക്ലിക്ക് ഓൺ അഷ്യൂർ. നമുക്ക് ഓൾ വേണ്ട, അഷ്യൂർ മാത്രം എടുക്കാം. അപ്പൊ ഈ അഷ്യൂറിൽ ഇപ്പം അഷ്യൂർ ബ്ലോബ് സ്റ്റോറേജ് അതെന്ന് പറയുന്നത് നമുക്ക് ഫയലൊക്കെ സ്റ്റോർ ചെയ്യാനും എന്ത് ടൈപ്പ് ഓഫ് ഫയലും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ അഷ്യൂർ ഡേറ്റ ലേക്ക് സ്റ്റോറേജ് Gen 2, അതും ഇതേപോലെ തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഫീച്ചറുള്ളൊരു സംഭവമാണ് അഷ്യൂർ ADLS Gen 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്ലോബ് സ്റ്റോറേജിന് പകരം നമുക്ക് തൽക്കാലം Gen 2 യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഡേറ്റാബേസ് ഒക്കെ ആണ്, അഷ്യൂർ ഡേറ്റാബേസ് ഫോർ MariaDB, അഷ്യൂർ ഡേറ്റാബേസ് ഫോർ MySQL. അപ്പൊ അതൊക്കെ ഡേറ്റാബേസുകളൊക്കെ. പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്കിപ്പം തൽക്കാലം ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയലിനെ സോഴ്സിൽ നിന്ന് സിങ്കിലോട്ട് എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ള ഒരു സംഭവമൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇതില് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഷഫ്നക്ക് ഒരു വീഡിയോ അയച്ചു തരാം. ഇത് എങ്ങനെയാണ് ഒരു ഫയല് സോഴ്സും സിങ്കും ക്രിയേറ്റ് ചെയ്യാനും അതിലൊരു ഫയൽ കൊണ്ടിടുന്ന ഇത്രയും സംഭവമുള്ളൊരു വീഡിയോ അയച്ചു തരാം. അപ്പൊ അത് നോക്കിയിട്ടൊന്ന് അതൊന്ന് ചെയ്തു നോക്കും. എന്നിട്ട് എവിടെയെങ്കിലും സ്റ്റക്ക് ആകുകയാണെങ്കിൽ എന്നെ പിങ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. ഞാനിപ്പോ അത് മൊത്തം ഇരുന്ന് ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ ആ വീഡിയോ അയച്ചു തരാം. എന്നിട്ട് അത് നോക്കിയിട്ടൊന്ന് ഷെഫിനൊന്ന് ഇരുന്ന് ചെയ്യും. എനിക്കൊന്ന് ഒരു 1/2-3 മണിക്കൂർ എടുക്കുമായിരിക്കും അത് ചെയ്ത് വരുമ്പോൾ എല്ലാ സാധനവും ഒന്ന് സെറ്റ് ചെയ്ത് ഫയലും ഏതെങ്കിലും ഒരു സാമ്പിൾ ഫയൽ അതിൽ പറയുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. ആ, ലാസിൻ ബ്രോന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് ചെയ്തോ. ആ ഓക്കെ, ശരി. എന്നാൽ ഞാൻ ഇത് എന്തായാലും റെക്കോർഡിങ് അയച്ചു തരാം. ആ ഇപ്പൊ ഞാൻ ഈ ഒരു ഡേറ്റ ഫാക്ടറി നിങ്ങൾക്ക് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെഷൻ പെട്ടെന്ന് കണക്ട് ചെയ്ത്. ആ ഓക്കെ. ഓക്കെ. ഓക്കെ, എനിക്കൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. മെയിൻ ഫ്രെയിം പറഞ്ഞാൽ എന്താണ്? ഓക്കെ. മെയിൻ ഫ്രെയിം. മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞാൽ IBMന്റെ ഒരു സിസ്റ്റമാണ്. അതൊരു അതിൻ്റെതായ മെയിൻ ഫ്രെയിമിന് അതിൻ്റെതായ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. അത് ബാങ്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ മെയിൻ ഫ്രെയിം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മെയിൻ ഫ്രെയിം യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ മെയിൻ ഫ്രെയിമിന്റെ അകത്ത് അതിൻ്റെതായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അതിൽ ഫയൽ സ്റ്റോറേജ് ഒക്കെ യൂസ് ചെയ്യും. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് എന്താ പറയാ, മെയിനായിട്ട് ബാങ്കിങ് ഫീൽഡിലൊക്കെ ഇവർ ഫയൽ സ്റ്റോർ ചെയ്യാനും അതേപോലെ അതിൻ്റെ അകത്ത് പ്രോസസ്സ് ചെയ്യാനും
ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. കുറച്ച് പഴയതാണ്. ഇപ്പൊ മെയിൻ ഫ്രെയിം എന്നൊക്കെ ഇപ്പൊ മെയിൻ ഫ്രെയിം യൂസ് ചെയ്യുന്ന കുറവാ. ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന, അല്ലാണ്ട് പുതിയ ആൾക്കാർ മെയിൻ ഫ്രെയിമിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് ഉം. വലിയ ഐഡിയ ഇല്ല. എന്തേ ചോദിച്ചേ? ഞാനൊരു റിക്വയർമെന്റ് ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ കണ്ടതായിരുന്നു. എനിക്കൊരു ലിങ്ക്ഡിൻ വഴി ഒരു ഗേള് മെസ്സേജ് അയച്ചിരുന്നു, മെയിൻ ഉം, ഉം. ഫ്രെയിം. അപ്പൊ ഞാൻ സെയിം സംഭവം വേറൊരു ജോബ് ഡിസ്ക്രിപ്ഷനിലും കണ്ടു, മെയിൻ ഫ്രെയിം ടെക്നോളജി. ആ ഇങ്ങനെ മെയിൻ ഫ്രെയിം സപ്പോർട്ടിൽ തന്നെ വന്നപ്പോ ഇങ്ങനെ കണ്ടപ്പോ ഒരു മെയിൻ ചോദിക്കാം. ഫ്രെയിം മെയിൻ ഫ്രെയിം ഒന്നാമത് പുറത്തുനിന്ന് പഠിക്കാൻ പാടാ. കഴിഞ്ഞ മെയിൻ ഫ്രെയിം മുമ്പ് കമ്പ്യൂട്ടറിലൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെതായ ഒരു ഉം. സെർവർ ഒക്കെ ഉണ്ട്. അതെ, അതിന് കുറച്ച് ഉം. ടൂൾസ് ഒക്കെ ഉണ്ട് തോന്നുന്നു. അതിനെന്തൊക്കെയോ കുറെ ടൂൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ മെയിൻ ഫ്രെയിം ഒന്നും ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ സപ്പോർട്ട് ജോബിൽ മെയിൻ ഫ്രെയിം എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ ബാങ്കിങ് ഫീൽഡും മറ്റിലൊക്കെ മെയിൻ ഫ്രെയിം വർഷങ്ങളോളം ആയിട്ട് മെയിൻ ഫ്രെയിം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓ. അത് അവർക്ക് ഒഴിവാക്കാൻ പറ്റൂല. ആ ഒരു ഡിപ്പെൻഡൻസി ഉള്ളത് കൊണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കയറാന്ന് ആ. മാത്രമേ ഉള്ളൂ. ഓ. പക്ഷെ അതൊരു ഫ്യൂച്ചറൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല. മനസ്സിലായില്ലേ? ആ. അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ചാൽ ഈ മെയിൻ ഫ്രെയിം കുറെ നാൾ കഴിയുമ്പോൾ മെയിൻ ഫ്രെയിമിൽ പണിയെടുക്കാൻ ആളില്ലാണ്ടാവും. പക്ഷെ മെയിൻ ഉം ഫ്രെയിം ഉം. സ്റ്റിൽ ഈ ബാങ്കുകൾ യൂസ് ചെയ്തോണ്ടിരിക്കും. ഒരു 10 വർഷം ആ. കഴിഞ്ഞാൽ ഉപയോഗിച്ചോണ്ടിരിക്കും. അപ്പൊ ഉം ഉം. സ്റ്റിൽ ഇത് അറിയുന്ന ആൾക്കാർ അന്ന് ഉണ്ടാകാണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് സ്റ്റിൽ അതിലൊരു ചെറിയ വാല്യൂ ആഡ് ഉണ്ടാവും. ആ. അത്രയേ ആ. ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഓ. മെയിൻ ഫ്രെയിം നമ്മളൊരു ഫ്യൂച്ചർ ഒന്നും അല്ല. ഓക്കെ. മെയിൻ ഫ്രെയിം ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. IBMന്റെ സിസ്റ്റം. അപ്പൊ ഈ കമ്പനികളൊക്കെ ഉം. ഇതിന്റെ എങ്ങനെയാ പുറത്തേക്ക് എക്സിറ്റ് അടിക്കാൻ നോക്കുകയാണ്. മനസ്സിലായില്ലേ? ഉം. ആ. അപ്പൊ ഈ പഴയ സിസ്റ്റംസിൽ നമ്മൾ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. ആ. ഞാനത് കണ്ടപ്പോ എനിക്ക് അത് എന്താ സംഭവം ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ ഡാറ്റ സെർവർ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിങ്ങനെ നോട്ട് അതെ, ചെയ്തിരുന്നു. ഡേറ്റ എനിക്ക് അതിന്റെ ഫുൾ ഫീച്ചർ അറിയില്ല. പക്ഷെ ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യാനും പ്രോസസ് ചെയ്യാനും ഉം. ഒക്കെ അത് യൂസ് ചെയ്യാം. മെയിൻ ഫ്രെയിം യൂസ് ചെയ്യും. പക്ഷെ IBM മെയിൻ ഫ്രെയിം എന്ന് പറഞ്ഞു, പണ്ട് ഞങ്ങൾക്ക് മെയിൻ ഫ്രെയിമിൽ നിന്ന് ഡേറ്റ വരുമായിരുന്നു നമ്മുടെ ആ. സിസ്റ്റത്തിലേക്കൊക്കെ. ഓക്കെ. അങ്ങനെ അറിയാം. അല്ലാണ്ട് എനിക്ക് കൂടുതൽ ഉം ഉം. ഡീറ്റെയിൽസ് അറിയില്ല അതിനെപ്പറ്റി. ഓക്കെ. മെയിൻ ഫ്രെയിം ചോദിക്കുന്നുണ്ടല്ലേ? ആ, ഞാൻ ഇത് കണ്ട് ഇങ്ങനെ. അപ്പൊ എനിക്കറിയില്ല. അപ്പൊ എനിക്കൊരു റിക്വയർ ഇങ്ങനെ വന്നപ്പോ അറിയുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒരു പെൺകുട്ടീനെ കണക്ട് ചെയ്തിരുന്നു. അപ്പൊ എന്നോട് അവളും ചോദിച്ചു മെയിൻ ഫ്രെയിമിനെ പറ്റി. മെയിൻ ഫ്രെയിം ഇപ്പൊ ഇന്റർവ്യൂവിന് വേണ്ടി കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഏതെങ്കിലുമൊക്കെ മെയിൻ ഫ്രെയിം എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കോഴ്സ് ചെയ്തിട്ട് ആ, ഉം. ചെറിയ ഇന്റർവ്യൂവിന് ചെറിയ രീതിയിലൊക്കെ ആ. ചെയ്യാൻ പറ്റും. പക്ഷേ ഹെവി ആയിട്ട് മെയിൻ ഫ്രെയിം അറിയാൻ പഠിക്കണമെങ്കിൽ കുറച്ച് ഫുൾ ഫുൾ കോഴ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. ഉടമയിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും. ഉം. അത് ഞാനിപ്പോ മീൻസ് കണ്ടത് തൽക്കാലം ആ എമിറേറ്റ്സിലൊക്കെ മെയിൻ ഫ്രെയിം ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുപോലെ പഴയ കുറച്ചതായിരിക്കും. അപ്പൊ അവർക്ക് അത് അറിയുന്ന ഒരാളെ തന്നെ ആയിരിക്കും അവര് നോക്കുന്നത്. അതെ, അതെ, അതെ. മെയിൻ ഫ്രെയിം അറിയുന്ന ഒരാളെ തന്നെ വേണം. അല്ലാണ്ട് മെയിൻ ഉം. ഫ്രെയിം ഡീൽ ചെയ്യാൻ പാടില്ല. ആ. ഉം. പക്ഷെ അതിലേക്ക് നോക്കട്ടോ. മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ ഓൺലൈനായിട്ട് പഠിച്ചിട്ട് കുറച്ച് സപ്പോർട്ടിലൊക്കെ അങ്ങനത്തെ ജോബ്സ് ഉണ്ട്. മീൻസ് എൻഡ് ഓഫ് ദി ഡേ നല്ല ജോലിയാണ്, പെർമനന്റ് ജോബിന് ആ. ഒരു മെയിൻ ഫ്രെയിം ജസ്റ്റ് ഞാനതിന് അറിയണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ആ ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ ഞാൻ നോക്കുന്ന ഇപ്പൊ ഒരു ഡാറ്റ അനലിസ്റ്റ് ഇതേമാതിരി ഇങ്ങനെ ഒരു ഡാറ്റ എഞ്ചിനീയറിലോട്ട് മാറാന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ മെയിനായിട്ട് ഇങ്ങനെ പഠിക്കാനേ. ഞാനിപ്പോ ഉം. വേറൊരു ഇത് കണ്ട്, ഡാറ്റ അനലിസ്റ്റ് പ്ലസ് BI ഡെവലപ്പർ, പവർ BIന്റെ. പവർ BI നല്ലതാണ്. മൈക്രോസോഫ്റ്റ് പവർ BI അത് ഉം. നല്ലതൊക്കെ തന്നെയാണ്. ഞാൻ പവർ BI കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ എക്സ്പേർട്ട് ഒന്നുമില്ല. പക്ഷെ പവർ BI പഠിക്കാൻ 1 2 3 ആഴ്ച കൊണ്ട് പഠിച്ചെടുക്കാം. അതെ. പവർ BI പഠിക്കാൻ Lal എളുപ്പമാണ്. bro, ഹലോ. ഇത് തീരെ Monday, ട- Tuesday, Monday, ആ, Tuesday ഓഫീസിലെ പവർ BI ട്രെയിനിങ് ഉണ്ട്. അത് എടുത്തു വന്നാ പിന്നെ പവർ BI ആ, പഠിക്കാണ് നല്ല. പവർ BI അനലിറ്റിക്സ് സൈഡിൽ നല്ലതാ അല്ലേ? പഠിക്കുന്നുണ്ടായിരിക്കും. പവർ BI ഡെഫിനറ്റ്ലി നല്ല. ഫുൾ ഡേ ട്രെയിനിങ് ആ മൺഡേയും ട്യൂസ്ഡേയും. അത് പവർ BI പവർ BI ഞങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഒരു ചങ്ങായി ഉണ്ട്. ആ ചങ്ങായിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് പഠിക്കാം. എളുപ്പമാണ്. നല്ല സ്കോപ്പുള്ള സംഭവം. സ്കോപ്പുണ്ട്. മൈക്രോസോഫ്റ്റ് ഉം. പ്രൊഡക്റ്റ് അല്ലേ, ആ, ആ, സ്കോപ്പൊക്കെ ആ. ഉണ്ട്. ഡേറ്റ എഞ്ചിനീയറിംഗ് പോലെ തന്നെ ഉള്ള സംഭവമാണ് ഈ അനലിറ്റിക്സ് സൈഡ്. പഠിക്കാൻ അല്ലേ? എളുപ്പമാണ്. ഫുള്ള് ഈ ഡേറ്റ എഞ്ചിനീയറിംഗിൽ അത്ര ബുദ്ധിമുട്ടില്ല പഠിക്കാൻ. പവർ അല്ലേ? BI
സംഭവം അറിഞ്ഞിരിക്കണം ഭയങ്കര നല്ലതല്ല. പവർ ബി എടുക്കുന്നതല്ല, അത് എടുത്തോ, കോഴ്സ് എടുത്തോ. ഞാൻ വേണമെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ അയച്ചു തരാം നിങ്ങൾക്ക്. അത് നോക്കി അയാളെ ചാനൽ ഫോളോ ചെയ്തിട്ട് ചെയ്താൽ പവർ ബി എൻഡ് ടു എൻഡ് പഠിക്കാം. ആ, ആ, ആ. ഞാനത് അതെ. ആ ഇടയ്ക്ക് ഓക്കെ. ചെയ്തിട്ടുണ്ടായിരുന്നു പവർ ബി. പക്ഷെ ഞാനിപ്പോ എടുക്കാല്ലേ ഉപയോഗിക്കാൻ നല്ലതല്ലേ? നല്ല കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ എന്നാലേ ഇതിന്റെ എന്തായാലും ഇത് നമ്മള് റെക്കോർഡിംഗ് ചെയ്ത് ഇപ്പൊ നോക്കാം, ഞാൻ കഴിയുള്ളൂ. ലിങ്ക് തരാം. ആ ആയിക്കോട്ടെ ഓക്കെ. ആയിക്കോട്ടെ. ശരി ശരി ശരി. ശരി. ഓക്കെ ശരി ഓക്കെ താങ്ക് യു. ചായ ശരി കുടിച്ചാ? ശരി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാ? ഉച്ചക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ കഴിഞ്ഞു. ലഞ്ചിന് 2 ടൈമായി. മണിയായല്ലോ. 2 മണിയായി. ശരി 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 ശരി. ഓക്കെ ഓക്കെ എന്നാ ശരി, നടക്കട്ടെ. ഓക്കെ. ഓക്കെ. ഓ ശരി.